ചാലക്കുടി നഗരസഭയിൽ ചെയർമാന്റെ മുറിക്ക് മുന്നിൽ വാർഡ് കൗൺസിലറുടെ ഒറ്റയാൾ സമരം. വയോധികനായ ഒരാളുടെ മൃതദേഹത്തോട് ചെയർമാൻ അനാദരവ് കാണിക്കുന്നുവെന്ന് ആരോപിച്ചാണ് സമരം നടത്തിയത്. വാർഡ് കൗൺസിലർ വിജെ ജോജിയാണ് സമരം നടത്തിയത്. മൃതദേഹം സംസ്കരിക്കാൻ നടപടി സ്വീകരിക്കാതെ അനാദരവ് കാണിക്കുന്ന ചാലക്കുടി നഗരസഭാ ചെയർമാന്റെ ധിക്കാരം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വാർഡ് കൗൺസിലർ ചെയർമാന്റെ മുറിക്ക് മുന്നിൽ ഒറ്റയാൾ സമരം സംഘടിപ്പിച്ചു. ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി വാർഡ് കൗൺസിലർ വിജെ ജോജിയാണ് സമരം നടത്തിയത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നും നാട്ടുകാർ സർക്കാർ ആശുപത്രിയിൽ എത്തിച്ച വയോധികൻ ചികിത്സയ്ക്കിടെ മെയ് 28-ന് മരിച്ചിരുന്നു. അനാഥനായ ഇയാളുടെ മൃതദേഹം ഇപ്പോഴും സർക്കാർ ആശുപത്രി മോർച്ചറിയിലാണ്. മൃതദേഹം സംസ്കരിക്കാൻ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ട് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് 2 തവണ നഗരസഭാ ചെയർമാന് രേഖാമൂലം കത്ത് നൽകിയതായും പറയുന്നു. ഇത്രയും ദിവസമായിട്ടും ഏകദേശം 12 ദിവസമായിട്ടും ആ മൃതദേഹം സംസ്കരിക്കാനുള്ള ചുമതല, അതിൻ്റെ ഉത്തരവാദിത്വം ചാലക്കുടി നഗരസഭയ്ക്കാണ്. ഇങ്ങനെയുള്ള ആരോഗ്യമില്ലാത്ത ആൾക്കാരെ മൃതദേഹം സംസ്കരിക്കേണ്ടത് അതാത് പഞ്ചായത്താണ്, അല്ലെങ്കിൽ നഗരസഭയാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. 12 ദിവസമായിട്ടും അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. യാതൊരു താല്പര്യവും ബഹുമാനിയായിട്ടുള്ള ചെയർമാൻ ഈ ഒരു കാര്യത്തിൽ എടുത്തിട്ടില്ല. ഞാൻ ഈ വിഷയം ചെയർമാനായിട്ട് സംസാരിച്ചപ്പോൾ ചെയർമാൻ പറയുന്നത് പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി തന്നിട്ടില്ലെന്നാണ്. 12 ദിവസം കഴിഞ്ഞിട്ടും മൃതദേഹം സംസ്കരിക്കാൻ നഗരസഭയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായില്ലെന്നാണ് ആരോപണം. ഈ സാഹചര്യത്തിലാണ് വാർഡ് കൗൺസിലർ കറുത്ത തുണിയുമായി സമരം നടത്തിയത്. ഇനിയും നടപടിയായില്ലെങ്കിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും വിജെ ജോജി പറഞ്ഞു. മീഡിയ ടൈം, ചാലക്കുടി.